ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ചിന്തിക്കുക, നമ്മൾ ഈ സ്നേഹം പ്രകടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. പലരുടെയും ഒരു തെറ്റായ ഒരു ധാരണയാണ്, നമുക്ക് ഒരാളുടെ സ്നേഹം ഉണ്ടെങ്കിൽ അതിങ്ങനെ മനസ്സിൽ വെച്ചിരിക്കുക, അതിങ്ങനെ പ്രകടിപ്പിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്നൊരു ചിന്തയാണ് നമ്മളിൽ പലർക്കും. ഞങ്ങളീ അച്ഛന്മാർ ഇങ്ങനെ ഈ മൃതദേഹ സംസ്കാര ശുശ്രൂഷകളൊക്കെ നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് സെമിത്തേരിയിൽ വെച്ചിട്ട് ഈ മരിച്ചുപോയ വ്യക്തിനെ എല്ലാവരും വന്ന് ചുംബിക്കുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് ഭയങ്കര വിഷമാണ്, ഭയങ്കര കരച്ചിലാണ് എല്ലാവർക്കും. നമ്മൾ ബോഡി പിടിക്കുന്നു, ബോഡിനെ കെട്ടിപ്പിടിക്കുന്നു, അയ്യോ ചേട്ടാ അങ്ങനെ, അയ്യോ ചേച്ചി, അല്ലെങ്കിൽ എൻ്റെ മുത്തേ പൊന്നേന്നൊക്കെ വിളിച്ച് കരയുന്നു. നമുക്കത് കണ്ടു നിൽക്കുന്നവർക്ക് ഭയങ്കര വിഷമമാണ്. പക്ഷേ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ വ്യക്തി ജീവിച്ചിരുന്ന സമയത്ത് നമ്മൾ എത്ര ചുംബനങ്ങൾ നൽകിയിട്ടുണ്ട്. ഞാൻ എത്ര വട്ടം എൻ്റെ ഭർത്താവിനും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും എൻ്റെ അപ്പനും അമ്മയ്ക്ക് ഞാൻ ചുംബനങ്ങൾ നൽകിയിട്ടുണ്ട്. ഞാൻ എത്ര വട്ടം കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, മരിച്ച് ഏറ്റവും അവസാനമല്ല ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിയെയും കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കേണ്ടത്. എനിക്കൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കണം. അത് ഉള്ളിൽ വെച്ചിരുന്നിട്ടൊരു കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ. എനിക്കൊരാളോട് ഇഷ്ടമാണ്, എനിക്കൊരാളോട് സ്നേഹമുണ്ട്. അതെൻ്റെ അപ്പനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, എൻ്റെ ഫ്രണ്ട് ആയിക്കോട്ടെ, എൻ്റെ ആരും ആയിക്കോട്ടെ, എനിക്കൊരാളോട് സ്നേഹമുണ്ട്, അത് പ്രകടിപ്പിക്കണം. ഈശോയാണെങ്കിൽ പോലും തൻ്റെ ശിഷ്യരോടുള്ള സ്നേഹം പല രീതിയിൽ പ്രകടിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ശിഷ്യരുടെ കാലുകൾ കഴുകിയും, ശിഷ്യരുടെ കൂടെ നടന്നും, അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചും, അവരുടെ കൂടെ ആയിരുന്നു കൊണ്ട് ഈശോ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾക്ക് ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാം, അത് അവരോട് തുറന്നു പറയാം. അത് നമ്മുടെ പ്രവൃത്തികളിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ നമുക്കത് പ്രകടിപ്പിക്കാം. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ.